Today we are going to see the evolution of modern English. Okay, let's see what are the different eras or different types of English that has started right from the old English till modern English. That is, the first one is Old English, then Middle Age English, that is Middle English, and then Modern English. In Modern English we have Early Modern English and Modern English. Okay, Modern English നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. So we will see that one by one. That is Old English. Old English came into effect or started, people started speaking this particular language in 450 AD, ഏകദേശം 450 AD till 1066. Okay, 1066 AD വരെയാണ് അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. മീൻസ് the people used this particular language. So how was it started? That is through the Celtic invasion by Anglo-Saxons. Anglo-Saxons പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു കെൽറ്റിക് എന്ന് പറയുന്ന മീൻസ് ബ്രിട്ടീഷ് ഐൽസിൽ താമസിച്ചിരുന്ന ഗ്രൂപ്പായിട്ടുള്ള ആളുകളായിരുന്നു അവരെ പുഷ് ചെയ്തുകൊണ്ട്, മീൻസ് അവരെ എന്താണ് ഇൻവേഡ് ചെയ്യുകയാണ് ചെയ്തിട്ട് ആംഗ്ലോ-സാക്സൺ. ഓക്കെ, സോ ഫോം ലോ ജർമ്മൻ ബ്രാഞ്ച് ഓഫ് ഇന്തോ യൂറോപ്യൻ ഫാമിലി. മീൻസ് എന്താണ് ആംഗ്ലോ-സാക്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗ്ലോ-സാക്സൺസ് ആക്ച്വലി ഫോം ചെയ്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, ലോ ജർമ്മൻ ബ്രാഞ്ച് ഓഫ് ഇന്തോ യൂറോപ്യൻ ഫാമിലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആംഗ്ലോ-സാക്സൺസ്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് ആ ഒരു ലാംഗ്വേജ് കൊണ്ട് അവർ ഇങ്ങോട്ട് വന്നു, മീൻസ് ബ്രിട്ടീഷ് ഐൽസിലേക്ക് വന്നു. Now Anglo-Saxons were people from Germany and Dutch. They spoke English or Anglo-Saxon. അവരുടെ ലാംഗ്വേജിന് അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആംഗ്ലോ-സാക്സൺ എന്ന് തന്നെയാണ്. ഓക്കെ, മലയാളികൾ മലയാളം പറയുന്നു പറഞ്ഞ പോലെ ആംഗ്ലോ-സാക്സൺസ് പറയുന്നത് ആംഗ്ലോ-സാക്സൺ തന്നെയാണ്. ദാറ്റ് ഈസ് ഇംഗ്ലീഷ്. നൗ ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ദിസ് മോഡേൺ ഇംഗ്ലീഷിൽ ഇപ്പോഴും കാണുന്ന ഒരു കാര്യം, മീൻസ് ആ ഒരു ടൈം തൊട്ടിട്ട് ഇതുവരെ കാണുന്ന കാര്യം, പ്രപ്പോസിഷൻസ്. ദേ ബോട്ട് ദ പ്രപ്പോസിഷൻസ് ഇൻ ടു ഇംഗ്ലീഷ്. ദെൻ ആർട്ടിക്കിൾസ്, ഫ്യൂ ആർട്ടിക്കിൾസ്, ഓക്കെ, കുറച്ച് ആർട്ടിക്കിൾസ്. ദെൻ ഫ്യൂ വൊക്കാബുലറി ലൈക്ക് ഗ്രൗണ്ട്, സൗണ്ട്, എക്സെട്ര. അതൊക്കെ അവർ ആ ഒരു സമയത്ത് തന്നെ ഇംഗ്ലീഷിലുണ്ടായിരുന്നതാണ്. ദെൻ ദർ ആർ 4 വെറൈറ്റീസ്, ദറ്റ് ഈസ് Mercian, Northumbrian, Kentish and West Saxon. Mercian, Northumbrian, Kentish and West Saxon. അപ്പോൾ ഇങ്ങനെ 4 വെറൈറ്റീസ് ആണ് ഈ ഒരു ലാംഗ്വേജിൽ ഉണ്ടായിരുന്നത്. ദ ടൈം പീരിയഡ് വാസ് ഫ്രം 450 AD ടു 1066, ദാറ്റ് ഈസ് 1066 AD വരെയാണ് അതിൻ്റെ ഒരു കാലയളവ് ഉണ്ടായിട്ടുള്ളത്. ആംഗ്ലോ-സാക്സൺസിൻ്റെ ഒരു ഇൻവേഷനിലൂടെയാണ് അതുണ്ടായത്. ആംഗ്ലോ-സാക്സൺസ് ആ ലാംഗ്വേജ് വന്നിട്ടുള്ളത് ലോ ജർമ്മൻ ബ്രാഞ്ച് ഓഫ് ഇന്തോ യൂറോപ്യൻ ഫാമിലിയിൽ നിന്നാണ്. Okay, these are the few aspects related to that particular language. Now we can see the additional features. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് എ ഫോണറ്റിക് ലാംഗ്വേജ്. ഫോണറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ട് എവർ ഈസ് റിട്ടേൺ ദാറ്റ് കുഡ് ബി റെഡ് ഇൻ ദാറ്റ് വേ ഇറ്റ് സെൽഫ്. അതാണ്, അതായത് നമ്മൾക്കറിയാലോ, ഫോർ ഇംഗ്ലീഷ് ഇറ്റ്സ് നോട്ട് എ ഫോണറ്റിക് ലാംഗ്വേജ്. വി ഹാവ് ടു ഡെവലപ്പ് another phonetic symbols to describe the sounds, speech sounds. But this particular Old English was phonetic in nature. മലയാളം ഒക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ മലയാളം പറയുന്ന പോലെ തന്നെയാണല്ലോ മലയാളം എഴുതുന്നത്. വയൽ എന്ന് എഴുതിയ വായൽ എന്ന് തന്നെയാണല്ലോ എഴുതുക, just like that, phonetic language. Then continental pronunciation means the pronunciation of the continental people, that is the main continent. നിങ്ങൾക്കറിയാലോ, ബ്രിട്ടൻ ഈസ് ആൻ ഐൽ ദറ്റ് ഈസ് അവേ ഫ്രം ദ കോണ്ടിനെൻറ്റ്. മെയിൻ ലാൻഡിൽ നിന്നൊന്ന് വിട്ടിട്ടാണല്ലോ ബ്രിട്ടൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കോണ്ടിനെൻ്റൽ പ്രൊനൗൺസിയേഷൻ്റെ എല്ലാ ക്വാളിറ്റീസും ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ദ അതർ പീപ്പിൾ, ആംഗ്ലോ-സാക്സൺസ് were originally from the continent, ഓക്കെ, യൂറോപ്യൻ കോണ്ടിനെൻറ്റ് ഏരിയ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊനൗൺസിയേഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് എൻ ഇൻഫ്ലക്റ്റഡ് ലാംഗ്വേജ്. ഇൻഫ്ലക്റ്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a language that has no additional grammatical words, terms like auxiliary verbs, അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. ഗ്രാമറൊക്കെ അതിൽ തന്നെ എന്താണ് എംബഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അറബൊക്കെ അങ്ങനെയാണല്ലോ, മീൻസ് ഒരു വേർഡ് അതിന് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഹിയ ഹുവ എന്നൊക്കെ പറഞ്ഞ് മാറുമ്പോൾ
അവൻ, അവൾ, ഇത്, അത് ഒക്കെ ആയി മാറുന്നത് ഒറ്റ വേർഡിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. മീൻസ് അതിലേക്ക് ഇങ്ങനെ ഇൻഫ്ലക്ഷൻസ് നിങ്ങൾ ബൗണ്ട് മോർഫീംസ് പഠിച്ചതാണല്ലോ. സോ യു നോ ദാറ്റ് ഈസ് ബൗണ്ട് മോർഫീംസ് ഇങ്ങനെ ഗ്രാമർ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. മീൻസ് കുറച്ചുകൂടി എളുപ്പമാണ്. ബിക്കോസ് വെൻ സം വൺ സ്റ്റഡീസ് ട്രൈ ടു ലേൺ ദിസ് പെർട്ടിക്കുലർ ലാംഗ്വേജ് ഇറ്റ്സ് ഈസി. ബിക്കോസ് അതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം അത് പഠിഞ്ഞല്ലോ. മീൻസ് സെപ്പറേറ്റ് ആയിട്ട് ഗ്രാമാറ്റിക്കലായിട്ടുള്ള വാസീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമല്ല. നോ ഇറ്റ് ക്യാൻ ചേഞ്ച്, ഇറ്റ് വാസ് പോസിബിൾ ടു ചേഞ്ച് പേഴ്സൺ ബൈ ആഡിങ് സഫിക്സസ്. മീൻസ് എന്താണ്, നമുക്ക് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ അങ്ങനത്തെ രീതിയിലൊക്കെ മാറ്റാനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു പുറമേ നിന്നുള്ള വേർഡ്സൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ഉള്ള വേർഡ്സിൽ തന്നെ ടേംസിൽ തന്നെ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, മീൻസ് ഗ്രാമാറ്റിക്കലായിട്ടുള്ള ബൗണ്ട് മോർഫീംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ എളുപ്പമായിരുന്നു. ദാറ്റ് ഈസ് വൺ ഓഫ് ദ അതർ ഫീച്ചർ. Then vowel mutation was that is just like it's an inflected language. Inflected language ആകുമ്പോൾ ബൗണ്ട് മോർഫീംസ് ഒത്തിരി വേണ്ടി വരും. പിന്നെ vowel mutation, that is for grammatical function. See, the vowel is changed. vowel അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഫംഗ്ഷൻ മാറുന്ന രീതിയിൽ. ദാറ്റ് ഈസ് ഫൂട്ട് എന്നുള്ളത് ഫീറ്റ്. ഇപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഫൂട്ട് എന്നുള്ളത് ഫീറ്റ് എന്നുള്ളത്. മീൻസ് സൗണ്ടിന് എന്തായി, ഇ എന്ന് മാറ്റിയപ്പോഴേക്ക് അതെന്തായി, അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ മാറി. ഫൂട്ട് എന്ന് പറയുമ്പം സിംഗുലറായി, ഫീറ്റ് എന്ന് പറയുമ്പോൾ പ്ലൂറലായി. ഓക്കെ, സോ അങ്ങനെ മ്യൂട്ടേഷൻ, വോവൽ മ്യൂട്ടേഷൻ സംഭവിക്കാൻ പറ്റുമായിരുന്നു കോമൺ ആയിട്ട്. മീൻസ് ഇതിപ്പോൾ നമ്മൾ ഫുഡ് ഫീറ്റ് എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഇറഗുലർ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന കുറേ മീൻസ് അങ്ങനെയുള്ളതുണ്ടല്ലോ. ഒരു നോർമൽ അല്ലാത്ത രീതിയിൽ നമ്മളൊരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പഠിക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ, മീൻസ് നോർമലി അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ചിൽഡ്രൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ദാറ്റ് ഹാസ് കെയിം ഫ്രം ദിസ് പെർട്ടിക്കുലർ സിസ്റ്റം. ദാറ്റ് ഈസ് ഫുഡ് ഫീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ആ ഒരു ഓൾഡ് ടൈമിലുണ്ടായിരുന്ന ഒരു ഓൾഡ് ഇംഗ്ലീഷിൻ്റെ ഒരു ആസ്പെക്റ്റാണ്, ഫീച്ചറാണ്. അതുപോലെ എബ്ലോട്ട്, ദാറ്റ് ഈസ് വോവൽ ആൾട്ടർനേഷൻ ടു ഫോം സ്ട്രോങ് വോവൽസ്. ദാറ്റ് ഈസ് വോവലിൽ മാറ്റങ്ങൾ വരുത്തുക, മ്യൂട്ടേഷൻ വരുത്തുന്നത് പോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിനെന്താണ് സ്ട്രോങ് വോവൽസ് ഉണ്ടാക്കാനുള്ളൊരു ഒരു സംവിധാനമാണ് ദിസ് എബ്ലോട്ട് എന്ന് പറയുന്നത്. അത് നമുക്കിനി നമുക്ക് ഗ്രീംസ് ലോവും കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട്, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഹെൽപ്പൻ, ഹീൽപ്പ് എന്ന് പറയുന്ന അത് എന്താണ്, ആ ഒരു വേർബ്സിനൊക്കെ മാറ്റങ്ങൾ വരുത്താനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മീൻസ് ആ ഒരു വോവൽസിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചേഞ്ച് വരുത്തിക്കൊണ്ടായിരുന്നു അവർ ചെയ്തത്. ബിക്കോസ് ഓൾ ദീസ് തിങ്സ് ആർ റിലേറ്റഡ് ടു ദ ഇൻഫ്ലക്റ്റഡ് നേച്ചർ ഓഫ് ലാംഗ്വേജ്. ആ ലാംഗ്വേജ് ഇൻഫ്ലക്റ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ, അതുകൊണ്ടാണ് അതിങ്ങനെ അതിൽ വോവൽസ് മാറ്റുന്നത്. അതുപോലെ ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻസ് ഇതേപോലുള്ള ബൗണ്ട് മോർഫീംസ് ഒക്കെ വെച്ച് അവർക്ക് മാറ്റാൻ പറ്റുന്നതിൻ്റെ കാരണം ബേസിക് റീസൺ ഈസ് ദാറ്റ് ഇറ്റ് വാസ് എൻ ഇൻഫ്ലക്റ്റഡ് ലാംഗ്വേജ്. Now one of the most interesting aspect was that there was no definite article the അല്ലെങ്കിൽ ദി എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നില്ല ഓൾഡ് ഇംഗ്ലീഷിന്. ദെൻ എൻ ടു മേക്ക് പ്ലൂരൽ, എൻ കാരണം അറിയാലോ എൻ എന്നുള്ളത് ഒരു ബൗണ്ട് മോർഫിയമാണ്. അപ്പോൾ ചൈൽഡ് എന്നുള്ളത് ചിൽഡ്രൻ എന്നുള്ളത് നമുക്ക് വരുന്നത് ആക്ച്വലി ഇറ്റ്സ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ്. ദെൻ ഗ്രാമാറ്റിക്കൽ ജെൻഡറും ഗ്രാമാറ്റിക്കൽ കേസും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ എന്താ പറയുക, പുറത്തുനിന്നുള്ള മീൻസ് ഓക്സിലറി വെർബ്സ്, ഹെൽപ്പിംഗ് വെർബ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമാറ്റിക്കലായിട്ടുള്ള ജെൻഡറും ഗ്രാമാറ്റിക്കൽ കേസ്, ദാറ്റ് മീൻസ് ദാറ്റ് ദ ലാംഗ്വേജ് ഇസ് ഇൻഫ്ലക്റ്റഡ്. ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്ക് വാസ് ബിയോവുൾഫ്. ഓക്കെ, ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി കെയിം ഇൻ ടു എഫക്റ്റ് ഇൻ 597 AD. എങ്ങനെ, കോൺസ്റ്റൻറ്റൈൻസ് വിക്ടറി, കോൺസ്റ്റൻറ്റൈൻ അതുവരെ ആംഗ്ലോ സാക്സൺസിൻ്റെ ഒരു കൺട്രോളിലായിരുന്നു. ദെൻ കോൺസ്റ്റൻറ്റൈൻ invaded Britain, this British Isles, and then അതിലൂടെ എന്താണ് കോൺസ്റ്റൻറ്റൈൻ അത് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നു. സോ അറൗണ്ട് 400 Latin words came into English. Okay, now this Latin became the official language of church. അപ്പോൾ ചേർച്ചിൽ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് ലാറ്റിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അറൗണ്ട് 400 Latin words came into or is loaned from Latin to English. അങ്ങനെ കോൺസ്റ്റൻറ്റൈൻ്റെ വിക്ടറിയാണ് ഈ ക്രിസ്ത്യാനിറ്റി ബ്രിട്ടീഷ് ഐൽസിലേക്ക് കൊണ്ടുവന്നതും അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് തന്നെ ലാംഗ്വേജിൽ ഒരു മാറ്റം വന്നതും. ഓക്കെ, നൗ വി ഹാവ് the other thing, that is Middle English. We can see the Middle English.
മിഡിൽ ഇംഗ്ലീഷിൽ എന്താണെന്ന് നോക്കാം. മിഡിൽ ഇംഗ്ലീഷിൻ്റെ കാരണം ദറ്റ് ഈസ് ദ സ്പാൻ ഇറ്റ് സ്പാൻസ് ഫ്രം 1066 AD ടു 1500 AD. മീൻസ് എന്താണ്, ആ ഒരു ടൈം നമ്മൾ ആ ഒരു ഓൾഡ് ഇംഗ്ലീഷ് എൻഡ് ചെയ്ത് ആ മൊമെൻറ്റ് തൊട്ടിട്ട് ഓൾമോസ്റ്റ് 1500 AD വരെയാണത് പോയത്. മീൻസ് അതിന് കാരണമുണ്ട്, ബിക്കോസ് നോർമൻ കോൺക്വസ്റ്റ് happened in 1066 AD, that is they were French. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, ലാറ്റിൻ മീൻസ് ആദ്യം വന്നത് ഇങ്ങനെ ജർമ്മൻ റൂട്ടായിരുന്നു, മീൻസ് ജർമ്മൻ ആംഗ്ലോ സാക്സൻസ് വന്നു. ദെൻ വി ഗോട്ട് ദ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ്, ദറ്റ് ഈസ് ലാറ്റിൻ. ആൻഡ് ദെൻ ഇൻ 1066 AD നോർമൻ കോൺക്വസ്റ്റ്, ദറ്റ് ഈസ് ഫ്രഞ്ച്. നമ്മളിത് പഠിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഫ്രഞ്ച് പീപ്പിൾ ആയിരുന്നു നോർമൻ കോൺക്വസ്റ്റ് ചെയ്ത ആളുകളൊക്കെ. ദറ്റ് ഈസ് വില്യം ദ കോൺക്കറർ കോൺകേർഡ് ബ്രിട്ടീഷ് ഐൽ ഇൻ 1066 AD. അങ്ങനെ എന്തായി, അപ്പോൾ ദ ലാംഗ്വേജ് ഓഫ് പവർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഫ്രഞ്ച്. സോ 10,000 almost 10,000 loan words are from French. Okay, in the fields of law, church, food, fashion, etc. എല്ലായിടത്തും ഫ്രഞ്ച് വേർഡാണ് ടോപ്പായി നിന്നത്. ഇംഗ്ലീഷ് ഈസ് കൺസിഡർഡ് ആസ് എ ലോ ഗ്രേഡ് ലാംഗ്വേജ് ബിക്കോസ് ദ ഫ്രഞ്ച് വാസ് ദ ലാംഗ്വേജ് ഓഫ് പവർഫുൾ പീപ്പിൾ, ദി കൺട്രോൾ എവറിത്തിങ്. ഇംഗ്ലീഷ് അതെന്താണ്, ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ലാംഗ്വേജ് അല്ലേ, അതുകൊണ്ട് തന്നെ അതിനെന്താണ് ഒരു ലോ ഗ്രേഡ് ലാംഗ്വേജ് ആയിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്യം കാക്സ്റ്റൺ സ്റ്റാർട്ടഡ് പ്രിൻറ്റിംഗ് പ്രസ് അറൗണ്ട് 1450. അത് ആ സമയങ്ങളിൽ വില്യം കാക്സ്റ്റൺ ഇങ്ങനെ മിഡിൽ ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് മിഡിൽ ഇംഗ്ലീഷ്. നൗ വി ക്യാൻ സീ ദ ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്? നൗ ഇംഗ്ലീഷ് ഹാസ് ബിക്കം ആൻ അനലിറ്റിക് ലാംഗ്വേജ്. മീൻസ് എന്താണ്, നമ്മൾ പിന്നെ അനലിറ്റിക് ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് ഓൾറെഡി പറഞ്ഞല്ലോ, ഇൻഫ്ലക്ഷണൽ മോഡിലായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരുന്നത്. അത് മാറി നമുക്ക് അനലിറ്റിക് ലാംഗ്വേജിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, നൗ വി ഹാവ് ദ പ്ലൂരൽ എൻ റീപ്ലേസ്ഡ് വിത്ത് സ്. ചിൽഡ്രൻ എന്നുള്ളത് മാറിയിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് സ് എന്നുള്ളത് വന്നു. അതുപോലെ തന്നെ നമുക്കുള്ളത് എന്താണ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ വന്നു. ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതുപോലെ ഡിഫ്തോങ്ങൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഡിഫ്തോങ്ങൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് നമുക്കറിയാലോ, വൊവലിന് തന്നെ ഒരു എന്താണ് ഗ്ലൈഡിങ് വൊവലായിട്ട് മാറുന്ന അവസ്ഥ, രണ്ട് വൊവൽസ് ചേർന്നിട്ട് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഡിഫ്തോങ്ങൈസേഷൻ. ദെൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റീ അപ്പിയർഡ് ഇൻ 1200. ദാറ്റ് ഈസ് ഏകദേശം ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സെക്കൻഡ് ക്ലാസ് ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അപ്പിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്ക് വാസ് ചോസേഴ്സ് കാൻറ്റർബറി ടെയിൽസ് ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക്. ദെൻ ചേഞ്ച് ഇൻ പ്രൊനൗൺസിയേഷൻ. ഓൾറെഡി നമ്മൾ ക്വ് എന്നുള്ളത് ച് ആയി മാറി, സ്വ എന്നുള്ളത് ഷ് ആയി മാറി, അതുപോലെ തന്നെ ക്വ് എന്നുള്ളത് ക്വി ആയി മാറി, ക്വി എന്നുള്ള സൗണ്ടായിട്ട് മാറിയത് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, ദീസ് ആർ ദ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഇൻ പ്രൊനൗൺസിയേഷൻ. നൗ അത് മാത്രമല്ല, ഈ ഫ്രഞ്ച് രീതിയാണ് അഡ്ജക്റ്റീവ്സ്, ദറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് അഡ്ജക്റ്റീവ്സ് ആഫ്റ്റർ നൗണിന് ശേഷം പിന്നെ അഡ്ജക്റ്റീവ്സ് ചേർക്കുന്ന രീതി. ഓക്കെ, ആ ഒരു സർജൻ ജനറൽ എന്നൊക്കെ നമ്മൾ കാണാറില്ലേ, അതുപോലെയുള്ള വേർഡ്സൊക്കെ ശരിക്കും ഫ്രഞ്ച് നോർമൽ കേസിൽ അങ്ങനെയുള്ള തിരിച്ചാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത് ഒരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആണ്. ഇങ്ങനെ തല തിരിഞ്ഞ രീതിയിലുള്ള ഒരു നൗൺ അഡ്ജക്റ്റീവ് റിലേഷൻ വരുന്നതിൻ്റെ കാരണം ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ പ്രിഫിക്സസ്, സഫിക്സസ്, ഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ ഗ്രൂവൽസം, ഹാപ്പിലി എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു വേർഡ്സൊക്കെ പ്രിഫിക്സസും സഫിക്സസും ഒക്കെ ഫ്രഞ്ച്
ഇൻഫ്ലുവൻസ് കൊണ്ട് നോർമൻ കോൺക്വസ്റ്റിൻ്റെ ഒക്കെ എഫക്റ്റ് കൊണ്ട് ഇംഗ്ലീഷിലേക്ക് വന്നതാണ്. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ്. നൗ വി ഹാവ് മോഡേൺ ഇംഗ്ലീഷ്. മോഡേൺ ഇംഗ്ലീഷിനെ തന്നെ ദ റീസൺ വൈ മോഡേൺ ഇംഗ്ലീഷ് ചേഞ്ച് ഫ്രം മിഡിൽ ഇംഗ്ലീഷ് വാസ് ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് വോവൽ ഷിഫ്റ്റ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ എന്താണെന്നുള്ളത് വിശദമായിട്ട് പറയാം. അത് നമുക്ക് ഗ്രിംസ് ലോ, വെർണേഴ്സ് ലോ, അതുപോലെ ഗ്രേറ്റ് വോവൽ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ടോപ്പിക്കായിട്ട് തന്നെ തരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ then divided into two, that is early modern English, that is 15th century to 17th century. Okay, then modern English from 17th to present. അതാണ് മോഡേൺ ഇംഗ്ലീഷിൻ്റെ ഒരു നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതി, സബായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. നൗ വി ഹാവ് ഏർലി മോഡേൺ ഇംഗ്ലീഷ്. Already as I have mentioned, great vowel shift is one of the most important aspect. Then it was standardized London based dialect. Okay, അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നതാണ് എവിടെ നിന്നാണ് ഇംഗ്ലീഷ്, ഏത് ഡയലക്റ്റാണ് ഇംഗ്ലീഷ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ദാറ്റ് ഈസ് ദിസ് പർട്ടിക്കുലർ തിങ്, സ്റ്റാൻഡർഡൈസ്ഡ് ലണ്ടൻ ബേസ്ഡ് ഡയലക്ട്, ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട്, ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട് OMR ടൈപ്പ് എക്സാം ആണെന്നുണ്ടെങ്കിൽ, വൺ വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈസ്റ്റ് മിഡ്ലാൻഡ്, വെസ്റ്റ് മിഡ്ലാൻഡ്, വെസ്റ്റ് നോർത്തംബ്രിയൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തരും. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അപ്പോൾ തെറ്റരുത്, ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട്, ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട്. ഓക്കെ, now we have the other thing is that regularized capitalization. ഇങ്ങനെ ഫസ്റ്റ് വേർഡ് ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യുന്ന രീതി അങ്ങനെയുള്ളതൊക്കെ വന്നത് ഈ ഒരു സമയത്താണ്. ദെൻ ടേംസ് ലൈക്ക് ആക്സെൻറ്റ്, ഡയലക്റ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ വന്നത്, മീൻസ് ഏത് ആക്സെൻ്റാണ് ഏത് ഡയലക്റ്റാണ് അങ്ങനെയുള്ള കോൺസെപ്റ്റും അങ്ങനെയുള്ള ലാംഗ്വേജസൊക്കെ വന്നത് പിന്നെ ഈ ഒരു സന്ദർഭത്തിലാണ്. ദെൻ വില്യം ഷേക്സ്പിയർ, വൺ ഓഫ് ദ most important thing, that is William Shakespeare in that is first dictionary in 1604. ഒരു എന്താണ്, ഒരു മിസ്ലേനിയസ് ആയിട്ട് ഒരു അമേച്ചർ ആയിട്ടുള്ളൊരു ഡിക്ഷണറി ആയിരുന്നു അതിൽ ഭാഗത്ത് വന്നത്. ദാറ്റ് ഈസ് ടേബിൾ ആൽഫബറ്റിക്കൽ എന്ന് പറയുന്ന ഫസ്റ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഏകദേശം 1604 വന്നിട്ടുണ്ടായിരുന്നത്. വില്യം ഷേക്സ്പിയർ ഒക്കെ ഉള്ള കാലഘട്ടത്തിലായിരുന്നു. ദെൻ റിനൈസാൻസ് വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ദറ്റ് ഈസ് അതുകൊണ്ട് തന്നെ ഓൾറെഡി 400 ലോൺവേർഡ്സ് ലാറ്റിനിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് റിനൈസാൻസ് വാസ് ആക്ച്വലി എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റാലിയൻ ഫിലോസഫേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാറ്റിൻ വീണ്ടും റിനൈസൻസിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വന്നു. ഗ്രീക്ക്, ജർമ്മൻ, യിദ്ദിഷൊക്കെ ഇംഗ്ലീഷിലേക്ക്, മോഡേൺ ലാംഗ്വേജിലേക്ക്, മോഡേൺ ഇംഗ്ലീഷ്, ഏർലി മോഡേൺ ഇംഗ്ലീഷിലേക്ക് വന്നു. ദെൻ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് പേഴ്സൺ സിംഗുലർ പ്രൊനൗൺ. ദാറ്റ് ഈസ് ഫോർമലായിട്ട് യു എന്നും ഇൻഫോർമലായിട്ട് ദോ, ദി എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. ദോ, ദി, നമ്മൾ ഷേക്സ്പിയറിൻ്റെ വർക്ക്സൊക്കെ നോക്കുമ്പോൾ അതിൽ കണ്ടിട്ടില്ലേ, ദോ, ദി എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് എ തിങ്. അപ്പം ഫോർമലായിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന യു എന്ന് പറയുന്നത്, താങ്ക് യു എന്നൊക്കെ പറയുന്നതില്ല യു. ഓക്കെ, അപ്പോൾ അന്നത്തെ ആ ഒരു സമയത്ത് ഏർലി മോഡേൺ ഇംഗ്ലീഷിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊനൗൺ, മീൻസ് സിംഗുലർ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ പ്രൊനൗൺ ആയിരുന്നു, ഇൻഫോർമൽ ആയിട്ടുള്ളതായിരുന്നു ദൗ, ദി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നൗ വി ഹാവ് മോഡേൺ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ഏർലി മോഡേൺ ഇംഗ്ലീഷ് കഴിഞ്ഞു. മോഡേൺ ഇംഗ്ലീഷ് വരുന്നത് സാമുവൽ ജോൺസൺസ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1755. അപ്പോൾ തൊട്ടിട്ട് മീൻസ് ഹി was a lexicographer. Dr. Samuel Johnson was a lexicographer and he compiled a dictionary of English language എന്ന് പറഞ്ഞാൽ വളരെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിക്ഷണറിയാണ് അത്. 1755 ഹി കമ്പൈൽഡ് ആൻഡ് പബ്ലിഷ്ഡ് ഇറ്റ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് മോഡേൺ ഇംഗ്ലീഷ് അങ്ങനെ പറയാം നമുക്ക്. ദെൻ ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിച്ചത്, അത് ഒരു ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ശരിയാക്കാം. ദെൻ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ദെൻ ബ്രിട്ടീഷ് എംപയർ, അതൊക്കെ ഇതിന് കാരണമാണ് ഈ ഒരു മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയത്. ഇൻ്റർനെറ്റ്, നൗ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ലിംഗ്വ ഫ്രാങ്ക ആൻഡ് ദ മേജർ വെറൈറ്റീസ് ആർ ബ്രിട്ടീഷ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ. ഇതാണിപ്പോൾ മോഡേൺ ഇംഗ്ലീഷിൻ്റെ ഒരു അവസ്ഥ. ഓക്കെ, ദാറ്റ് ഈസ് ദ തിങ്. നൗ വി ക്യാൻ സി a representation of the history of English language. കെൽറ്റിക് മൈഗ്രേഷൻ അത് ഇവിടെ പറയുന്നില്ല, നോക്കി വെക്കൂ. ഏകദേശം നമ്മൾ ഇവിടുന്ന് തൊട്ടിട്ടാണ് പറയുന്നത്. ഓക്കെ,
വി ഹാവ് ദിസ് ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ അവരൊന്ന് ആംഗ്ലോ സാക്സൺസിൻ്റെ ഒരു ഇൻവേഷൻ. ദെൻ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ ഏകദേശമായിട്ടാണ് നമുക്ക് ഓൾഡ് ഇംഗ്ലീഷ്, ബിയോൾഫ്, അതുപോലെ കീഡ്മൺ ഹ്യൂം ഒക്കെ വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ആംഗ്ലോ നോർമൻ, ഓൾഡ് ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. മീൻസ് അതൊന്നും നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് നോക്കണ്ട. ഏകദേശം ഒരു ജർമ്മൻ സെറ്റിൽമെൻറ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഈ സമയങ്ങളിലാണ് നമുക്ക് നോർമൻ ഇൻവേഷൻ. നോർമൻ ഇൻവേഷൻ വളരെ ഇമ്പാക്റ്റ് ആയിട്ടുണ്ട് ഫ്രഞ്ച് എന്നുള്ള രീതിയിൽ. ദെൻ വി ഹാവ് റിനൈസാൻസ് മിക്സിങ് ഓൾമോസ്റ്റ് ഇൻ ദിസ് ടൈം. ആൻഡ് ദെൻ we can see ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, ഏർലി മോഡേൺ ഇംഗ്ലീഷ്, ദെൻ ലേറ്റ് മോഡേൺ ഇംഗ്ലീഷ്. ഇതിൽ 1800 എന്നാണ് കൊടുത്തിട്ടുള്ളത്, ബട്ട് ആക്ച്വലി ഇറ്റ്സ് 17th century. നൗ എംപയർ ഇമ്പോർട്ട്സ് ഹിന്ദി. കാരണം എംപയർ ആയപ്പോൾ പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ദിസ് ഈസ് ദ thing. Now here this great vowel shift happened, and then it gave birth to early modern English. So this is a pictorial representation of the history of the English language. Fine. Now